എന്നുടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നെഞ്ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ച് ഈ പുതിയ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ എന്തുതന്നെയായാലും ഇന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുതിയ ഒരു ദിവസമാണ്. കഴിഞ്ഞുപോയ നമ്മുടെ തെറ്റുകളെ ഓർത്ത് തളരാതെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ്റെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തി പുതിയൊരു ദിവസം കാണുവാൻ അനുവദിച്ചതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായ എല്ലാ തെറ്റുകളും കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം ലേവ്യ പുസ്തകം 4-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ്. ആ തിരുവചന ഭാഗം നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് വായിക്കാം. ദേശത്തിലെ ജനത്തിൽ ഒരുത്തൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്ത ഒരു പെൺ കോലാടിനെ വഴിപാടായി കൊണ്ടുവരണം. പാപയാഗമൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിന്റെ സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെ അറുക്കണം. പുരോഹിതൻ അതിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് മേധസ്സെടുക്കുന്നത് പോലെ എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അവൻ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുവെങ്കിൽ ഊനമില്ലാത്ത പെണ്ണാടിനെ കൊണ്ടുവരണം. പാപയാഗമൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ച് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപയാഗമായി അറുക്കണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയുടെ മേധസ്സെടുക്കുന്നത് പോലെ അവൻ എടുക്കണം. പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയുടെ ദഹനയാഗങ്ങളെ പോലെ അവയെ ദഹിപ്പിക്കണം. അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന സന്ദേശം അറിയാതെ സംഭവിക്കുന്ന പാപത്തിനും ദൈവത്തിൻ്റെ കരുണയുണ്ട്. പ്രിയമുള്ളവരെ, ലേവ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് പാപത്തെക്കുറിച്ചും പാപ പരിഹാരത്തെക്കുറിച്ചുമാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാം. ഒരു വ്യക്തി അറിയാതെ പാപം ചെയ്താലും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ ഗൗരവമായി കാണേണ്ടതുണ്ട്. പാപം ചെറിയതാണെന്ന് മനുഷ്യൻ കരുതിയേക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പാപം ചെയ്തത്, അത് വലിയ തെറ്റൊന്നുമല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ പാപം പാപം തന്നെയാണ്. അതേസമയം ഈ തിരുവചന ഭാഗം നമ്മെ ഭയപ്പെടുത്താനല്ല നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവം പാപം കാണിച്ചു തരുമ്പോൾ അതോടൊപ്പം തന്നെ ക്ഷമയുടെ വഴിയും തുറന്നു തരുന്നു. അതാണ് ഈ തിരുവചന ഭാഗത്തിന്റെ മനോഹാരിത. പാപബോധം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റേണ്ടതല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയിലേക്ക് നമ്മെ കൊണ്ടുവരേണ്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം അറിയാതെ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം.
ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ഹൃദയം തകർത്തിട്ടുണ്ടാകാം. കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് പിന്നീട് ഒരുപക്ഷെ നമ്മെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ക്ഷമിക്കാത്ത മനസ്സ്, ഇവയെല്ലാം നമുക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കാം. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ഒരു ചെറിയ ആത്മപരിശോധന നടത്താം. കർത്താവേ, ഞാൻ കാണാത്ത എൻ്റെ തെറ്റുകൾ എനിക്ക് കാണിച്ചു തരണമേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ തെറ്റ് സമ്മതിക്കുന്നിടത്താണ് ദൈവകൃപ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. ഇന്നത്തെ നമ്മുടെ ആത്മപരിശോധന ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാതെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിരോധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു ശീലം ഞാൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ തെറ്റ് സമ്മതിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് സത്യസന്ധരാകാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാപത്തെ മറയ്ക്കേണ്ടതില്ല. നമ്മുടെ ദൗർബല്യത്തെ ദൈവത്തിൽ നിന്ന് ഒളിപ്പിക്കേണ്ടതുമില്ല. കാരണം നമ്മുടെ ദൗർബല്യത്തെക്കാൾ വലിയതാണ് ദൈവത്തിന്റെ കരുണ. ഈ പ്രഭാതത്തിൽ നമുക്കൊരു ആത്മീയ തീരുമാനമെടുക്കാം. ഇന്ന് എൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞാൽ ഞാൻ അത് ന്യായീകരിക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. എനിക്ക് കഴിയുന്നിടത്ത് ഞാൻ ക്ഷമ ചോദിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ എണ്ണുന്നതിന് മുൻപ് എൻ്റെ ഹൃദയം ഞാൻ പരിശോധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ്. ഇന്നലെ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് തിരികെ വരാം. ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും അവൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ശാന്തമായി പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തിരിച്ചറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ അഹങ്കാരം നീക്കണമേ. ഞങ്ങളുടെ കോപം ശാന്തമാക്കണമേ. ഞങ്ങളുടെ മനസ്സിലെ വിരോധം നീക്കണമേ. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാത്ത തെറ്റുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. തെറ്റിനെ ന്യായീകരിക്കാതെ സത്യസന്ധമായി ഏറ്റുപറയുവാനുള്ള വിനയം നൽകണമേ. നിന്റെ കരുണയിൽ ആശ്രയിച്ച് ഇന്നത്തെ ദിവസം വിശുദ്ധമായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. യേശുവേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ നിന്റെ വഴിയിൽ നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. ഇന്നത്തെ ദിവസം ദൈവകൃപയാൽ അനുഗ്രഹീതമായ ഒരു ദിവസമായി തീരട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.